ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സർപ്പക്കാവിൽ നിന്ന് ഇടത്തേക്ക് തിരിയുന്ന വഴിയിലേക്ക് എത്തിയതും രുദ്രദേവ് വർമ്മ ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. ഡ്രൈവർ കാർ നിർത്തിയതും അയാൾ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇടവഴിയിലൂടെ മുഖവും താഴ്ത്തി നടന്നു പോകുന്ന വിശ്വനാഥനെ വർഷങ്ങൾക്കിപ്പുറവും രുദ്രദേവ് വർമ്മ തിരിച്ചറിഞ്ഞു. അയാളുടെ മുഖമൊന്ന് കനത്തു. തന്റെ പെങ്ങൾ രാജലക്ഷ്മിയുടെ കാമുകനായും ഭർത്താവായും പലപ്പോഴും വിശ്വനാഥന്റെ മുഖം പല രൂപത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മരിച്ചുപോയ പെങ്ങൾ രാജിയുടെ മകളുടെ അച്ഛൻ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. വിശ്വനാഥന് വേറെ കുടുംബമായി കഴിഞ്ഞു. വിശ്വനാഥൻ! പുറകിൽ നിന്ന് കേട്ട ഗാംഭീര്യം തന്നെ സ്വരം വിശ്വനാഥന്റെ കാറുകളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അയാൾ ഒരു പിടപ്പോടെ തിരിഞ്ഞു നോക്കി. പിൻവിളിയുടെ ഉടമസ്ഥരെ കണ്ടതും വിശ്വനാഥനൊന്ന് ഞെട്ടി. അറിയാം, രുദ്രദേവ് വർമ്മ തന്റെ രാജ്യലക്ഷ്മിയുടെ ഒരേ ഒരു ചേട്ടൻ. അതിലുപരി ഒന്നും തന്നെ അറിയില്ല. കാരണം രാജിയുടെ ചരിത്രം ചികഞ്ഞ് താൻ പോയിട്ടില്ല. കുടുംബം ഉപേക്ഷിച്ച് വന്നവളെ ചേർത്ത് പിടിച്ച മഞ്ഞച്ചട്ടിൽ കോർത്ത താലികൾ സ്വന്തമാക്കുമ്പോൾ തന്റെ നല്ല വാദിയുടെ അസ്ഥി ഇളക്കാൻ താൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. രുദ്രദേവ് വർമ്മയെ ഒഴികെ മറ്റാരെയും തനിക്ക് അറിയുകയുമില്ല. പെങ്ങളെ പണ്ടെന്നോ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ആ ജ്യേഷ്ഠന്റെ മുന്നിൽ നിസ്സംഗതയോടെ നിന്ന് വിശ്വനാഥൻ. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. രാജിയുടെ മകള്, അവളിപ്പോ എവിടെയാ? എന്ത് ചെയ്യുന്നു? ആരുടെ കൂടെയാണ്? വിവാഹം കഴിഞ്ഞോ? വർഷങ്ങൾക്കിപ്പുറം വന്നിന്ന് രുദ്രദേവ് അത്രയും ചോദിക്കുമ്പോൾ അയാൾക്ക് സ്വയം ഒരു തരത്തിലുള്ള കുറ്റബോധം തോന്നിയിരുന്നില്ല. അതുപോലെ മകളെക്കുറിച്ച് പറയാനും വിശ്വനാഥന് മടിയൊന്നും തോന്നിയില്ല. വിവാഹം കഴിഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെറിയ ജോലിയുണ്ട്. വിഷമിക്കണ്ട. അമ്മയുടെ അവകാശം പറഞ്ഞ ആ സ്ഥാനത്ത് കയറിയിരിക്കാൻ എൻ്റെ കുട്ടി ഒരിക്കലും വരില്ല. പറഞ്ഞു കൊടുക്കാൻ എനിക്കും അറിയില്ല. അത് പറയുമ്പോൾ വിശ്വനാഥന്റെ തൊണ്ടയിടറിയിരുന്നു. പക്ഷേ രുദ്രദേവിന്റെ മുഖത്ത് അപ്പോൾ പുച്ഛമായിരുന്നു. സ്ഥാനം അത് പിടിച്ചു പറിക്കാൻ കഴിയുന്ന ഒന്നല്ല മിസ്റ്റർ. വർമ്മ കുടുംബത്തിൽ വലിഞ്ഞു കയറി വന്ന ആർക്കും ഇതുവരെ ഈ ഒരു സ്ഥാനം തീരെഴുതി കൊടുത്ത ചരിത്രമില്ല. എന്തോ ഓർത്തുന്ന പോലെ രുദ്രദേവ് ഒരു നിമിഷം നിശബ്ദനായി തന്റെ വാശിലേക്ക് നോക്കി. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാൾ വീണ്ടും സംസാരിച്ചു തുടങ്ങി. വിശ്വനാഥൻ, ഞാൻ ഒരിക്കലും നിന്നോട് അപേക്ഷിക്കില്ല. ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മ ഒറ്റ ഒരാൾ കാരണമാണ്. എങ്കിലും എനിക്കതിൽ അപമാനമൊന്നും തോന്നുന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജിയുടെ മകള് വേണം. അതോ ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. വർമ്മ കുടുംബ സ്ഥാനം അടിച്ചേൽപ്പിക്കുകയില്ല, സ്ഥാനം പിടിച്ചു പറിക്കുകയില്ല. അവളുടെ അമ്മയുടെ കുടുംബത്തിൽ വന്നേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് വരാം. ഞങ്ങൾക്കൊപ്പം ജീവിതകാലം മുഴുവനും കഴിയാം. ഇനിയിപ്പോൾ താല്പര്യമില്ലെങ്കിൽ കൂടിയും രാജിയുടെ അവകാശം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വിശ്വനാഥൻ, ഞാൻ ഈ പറയുന്നതിൻ്റെ മനസ്സിൽ തട്ടി തന്നെയാ. പക്ഷേ ഞാൻ തന്നോട് അപേക്ഷിക്കുകയാണെന്ന് ചിന്തിക്കുക പോലും അരുത്. പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് നീട്ടി രുദ്രദേവ് വർമ്മ. ഇതെന്റെ കാർഡാ. ആലോചിച്ച ശേഷം വിളിക്കാൻ പറയണം മകളോട്. അത്രയും കടുപ്പിച്ച് പറഞ്ഞെങ്കിലും ഒരച്ഛന്റെ തീരുമാനം അറിയാനെന്ന പോലെ അദ്ദേഹം അല്പസമയം വിശ്വനാഥന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അഭിമാനിയായ വിശ്വനാഥന്റെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിലെ കവറിൽ അയാൾ മുറുക്കെ പിടിച്ചു. കുടിച്ചു കരൾ നശിച്ച തന്റെ മരണം ഏത് നിമിഷവും തന്നെ തേടി വരുമെന്ന് ഡോക്ടർ വിധി എഴുതിയ കടലാസാണ് കയ്യിൽ. ആശുപത്രി മുതൽ ഈ മൺപാത വരെ ശിരസൂനിച്ച് നടക്കുമ്പോൾ അത്രയും മനസ്സിൽ തന്റെ പൊന്നുമകളുടെ മുഖം മാത്രമായിരുന്നു. വിതുമ്പി വന്ന ശ്വാസം വിറച്ചുകൊണ്ട് അയാൾ അടക്കി പിടിക്കുന്നത് രുദ്രദേവ് ഒരു പകപ്പോടെ നോക്കി. തന്നെക്കാൾ എത്രയോ വയസ്സ് കുറവാണ് വിശ്വനാഥന്. പക്ഷെ ഇപ്പോൾ കണ്ടാൽ തന്റെ ജ്യേഷ്ഠന്റെ പ്രായം തോന്നുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ പറഞ്ഞേക്കാം. ഞാനില്ലാണ്ടായ ആരെ ഏൽപ്പിക്കണമെന്നറിയാൻ നീറി വരികയായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ വലിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം അവളെ. അമ്മയെ പോലെ തൻ്റെ അടിയാ, അഭിമാനിയാ അവള്. അനുസരണ തീരെയില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും അവൾ വരില്ല. ഡോക്ടർമാരെൻ്റെ വിധി എഴുതിയ കടലാസ കയ്യില്. ഇല്ലായിരുന്നെങ്കിൽ വിട്ടുതരില്ലായിരുന്നു ഞാൻ ഒരിക്കലും. രാജിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ എൻ്റെ അഭിമാനം ഈ വിധം നിലംപരിശാവുമെന്ന് ഞാനും കരുതിയില്ല ഒരിക്കലും. നിങ്ങളുടെ അത്രയും വരില്ലെങ്കിലും എൻ്റെ ആ കുഞ്ഞു വീട്ടില് രാജിക്ക് മഹാറാണിയുടെ സ്ഥാനമായിരുന്നു. അതും പറഞ്ഞ് വിശ്വനാഥൻ കാർഡുമായി വേഗത്തിൽ നടന്നു. അതിവേഗം അയാൾ നടന്നു പോകുന്നു നോക്കി രുദ്രദേവ് അല്പസമയം കൂടി അങ്ങനെ തന്നെ നിന്നു. രാവിലെ മുതൽ വൈരിന്റെ ഹൃദയത്തിൽ കല്ലെടുത്ത് വെച്ച പോലൊരു ഫീലായിരുന്നു. അന്ന് അവൾക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവോ എന്നോർത്ത് അവനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. വല്ലവിധനെയും ഷൂട്ട് തീർത്ത് അവൻ തിരികെ ഫ്ലാറ്റിലേക്ക് വന്നു. നാളെ തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഏക ഇതുപോലെ കാണാൻ കഴിഞ്ഞു വരില്ല. അവളുടെ മനസ്സറിഞ്ഞാൽ മാത്രമേ തനിക്ക് തന്റെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമേൽ കലുഷിതമായ തന്റെ മനസ്സിൽ ഒരു നരന്ത് പെണ്ണ് കയറിയിരുന്ന് തന്നെ കൊല്ലാതെ കൊല്ലുകയാണെന്ന് തോന്നിപ്പോയി അവന്. അവളെ കാണണമെന്നും അവൾക്ക് മുന്നിൽ ചങ്കുവിളന്ന് കാണിക്കണമെന്നും അവന് തോന്നിപ്പോയി. വൈകുന്നേരം വരെ ഏക കട്ടിൽ ഒരേ കിടപ്പ് കിടന്നു. നെഞ്ചിലെ ഭാരം മുഴുവൻ അവൾ കണ്ണുനീർ കൊണ്ട് കഴുകിക്കളഞ്ഞു. ഋതുവാതിരയും ജോലി കഴിഞ്ഞ് വരാൻ സമയമായെന്ന് തിരിച്ചറിവ് വന്നപ്പോഴാണ് ഏക കട്ടിൽ നിന്നും പതിയെ എഴുന്നേറ്റത്.
കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറിയവൾ പെട്ടെന്ന് എന്തോർത്ത പോലെ മെയിൻ ഡോർ ലോക്ക് മാറ്റിയ ശേഷം തിരികെ നടന്നു. താൻ കുളിച്ചിറങ്ങും മുമ്പ് 6 വരികയാണെങ്കിൽ തന്നെ കാത്തിന്ന് മുഷിയേണ്ടെന്ന് കരുതിയവൾ. കുളി കഴിഞ്ഞപ്പോഴേക്കും ശരീരത്തിന്റെ ഉണർവൽപ്പം മനസ്സിലും കിട്ടിയ പോലെ തോന്നിയ അവൾക്ക്. തലയിൽ ചെറിയൊരു ടവലും ചുറ്റി ഒരു ടീഷർട്ടും പലാസോ പാന്റും ധരിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് റൂമിലെ മേശയിൽ ചാരി അവൾ തന്നെ നോക്കി നിൽക്കുന്ന വൈരിനെയാണ്. വർഷങ്ങളായിട്ട് തന്റെ കണ്ണിനെ കബളിപ്പിക്കുന്ന വൈരിൻ എന്ന മിത്തിയെ ഇപ്പോൾ അവൾ ഒരു പുച്ഛത്തോടെയാണ് നോക്കിയത്. ഒന്ന് പോടും, ഇനിയെങ്കിലും എന്റെ പുറകെ നടക്കാമെന്ന് പോയിക്കൂടെ തനിക്ക്? 10-20 കൊല്ലാവറായില്ലേ ഇതുപോലെ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? പഠിക്കുമ്പോഴും കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തിന്? വർഷങ്ങളായി ഞാൻ കുളിക്കുമ്പോൾ പോലും താനിങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇന്ന് മാത്രമാണ് ഞാനൊന്ന് ഒറ്റയ്ക്ക് കുളിച്ച് കഴിഞ്ഞ്. ഇനി ഏകയുടെ ജീവിതത്തിൽ താനില്ല. ഇതൊക്കെ പറയുമ്പോഴും അവൾ അലമാരയുടെ മിററിന് മുമ്പിൽ വന്നിന്ന് ബോഡി ലോഷൻ എടുത്ത് കയ്യിലും കഴുത്തിലും പുരട്ടുകയായിരുന്നു. അപ്പോഴും അവളുടെ മിഴികൾ മിററിൽ തെളിഞ്ഞ അവന്റെ ഗൗരവം നിറഞ്ഞ മുഖത്ത് തങ്ങി നിന്നു. വലതുകാലം ഉയർത്തി കട്ടിലിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് പാന്റ് മുട്ടുവരെ ഉയർത്തി കാലിൽ ലോഷൻ പുരട്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന രൂപത്തെ ഒരിക്കൽ കൂടി അവളെ നോക്കിക്കൊണ്ട് തന്നെ അടുത്ത കാലിൽ കൂടി ലോഷൻ പുരട്ടുമ്പോൾ ഏകയുടെ നെഞ്ചിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു. തലയിൽ ചുറ്റി വെച്ചിരുന്ന ടവൽ അഴിച്ചെടുത്ത് മുടി ഒന്നുകൂടെ തോർത്തുമ്പോൾ ആൾക്ക് വേഗത കുറയാൻ തുടങ്ങി. അപ്പോഴെല്ലാം അവിടെ നോട്ടം നെഞ്ചിൽ കൈ പിണച്ച് കെട്ടി ടേബിളിൽ ചാരി ഇമച്ചിമാ തന്നെ നോക്കി നിൽക്കുന്നവനിലേക്ക് തറഞ്ഞു. ബ്രൗൺ കളർ ഷർട്ട് ഗ്രേ കളർ പാന്റിൽ ടക്കിൻ ചെയ്തിട്ടുണ്ട്. ഷർട്ടിന് മുന്നിലെ ബട്ടണിൽ സൺഗ്ലാസ് കോർത്തിട്ടിട്ടുണ്ട്. കയ്യിലെ ടവൽ ക്ലോത്ത് സ്റ്റാൻഡിലേക്ക് വിരിച്ച ശേഷം ആൾ പതിയെ അടിവെച്ച് വൈനിന്റെ രൂപത്തിനടുത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ 2 വട്ടം അവളും തുമ്മി. ആ തുമ്മലിന്റെ ശക്തിയിലാവണം രാവിലെ മുതൽ കരഞ്ഞ് അടഞ്ഞുപോയ മൂക്കൊക്കെ താനേ തുറന്നു. ആ നിമിഷം തന്നെ നാസികയിലേക്ക് തുളച്ചു കയറിയ അവന്റെ പെർഫ്യൂം സുഗന്ധം പിടച്ചിലും വെപ്രാളും അധികരിച്ചുകൊണ്ടാവണം വിറക്കുന്ന കൈ ഉയർത്തി അവൾ അവന്റെ മൂക്കിന് മുമ്പിലൊന്ന് തൊട്ടു. മുൻപിൽ നിൽക്കുന്നവൻ എപ്പോഴത്തെയും പോലെ തന്നെ തോന്നലെന്ന് മനസ്സിലായതും വേഗത്തിൽ പിൻവലിക്കാൻ പോയവളുടെ കൈ അവൻ അതേ വേഗത്തിൽ തന്നെ പിടിച്ചെടുത്തു. താനിങ്ങനെ ഇതിനുള്ളിൽ എങ്ങനെ കയറിയതാ? കണ്ണു മിഴിച്ച് പണ്ടാരടങ്ങിയവൾ ചോദിച്ചു പോയി. താനോ? അതാരെയോ? എന്നെ വിളിച്ചാണോ? ഇരുപുരികങ്ങളൊന്നും ഉയർത്തി കണ്ണുരിക്കാൻ ചോദിച്ചു. പിന്നെ തന്നെയല്ലാതെ താനല്ലേ ഇവിടെയുള്ളത്? അതും എന്റെ ബെഡ്റൂമിൽ എന്തിനാ താൻ വന്ന്? പോയിക്കോ, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, കാണുന്നേ വെറുപ്പാ, പോൻ. കയ്യിൽ അവന്റെ പിടുത്തം വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുതിരുന്നതിനിടയിൽ അവൾ വിളിച്ചു പോയിക്കൊണ്ടിരുന്നു. അവൾ പിടയുമ്പോഴത്രയും അവളുടെ മുടിയിൽ നിന്നും ചിതറിത്തെറിക്കുന്ന വെള്ളത്തുള്ളികൾ അവന്റെ മുഖത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അവളിൽ നിന്നും വമിക്കുന്ന ലാവൻഡർ സോപ്പിന്റെയും ബോഡി ലോഷന്റെയും സുഗന്ധം കൂടി ആയതും വൈരിൻ കൈ ഉയർത്തി അവളുടെ മറുകയിലും പിടിമുറുക്കി. അവന്റെ ബലിഷ്ടമാർന്ന വലിയ കൈകൾ തന്റെ ഇരു കൈയുടെയും കൈപ്പത്തിക്ക് താഴെയായി സ്ഥാനം പിടിച്ച് കാണാൻ ആൾ അവനെ മുഖമുയർത്തിയെന്ന് നോക്കി. ഒന്നനങ്ങാൻ കൂടി മറന്ന് തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവളെ നോക്കി അവൻ കേഴിച്ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. എന്താടി, പിടക്കുന്നില്ലേ? പിടക്കടി. ഞാനീ പിടിച്ച പിടി വേറെ മാറ്റി പിടിക്കണം, അതോ അടങ്ങി നിൽക്കുന്നോ ഇവിടെ? ചോദ്യത്തിനൊപ്പം അവന്റെ ചുണ്ടിലൊരു കുസൃതി ചിരി സ്ഥാനം പിടിച്ചോ പെണ്ണിനാകെ വിറഞ്ഞു കയറി. താൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നേ? താൻ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എന്റെ പുറകെ വരുന്ന എന്തിനാ ഇങ്ങനെ? പ്ലീസ്, ഞാനൊന്ന് ജീവിച്ചോട്ടെ. താൻ മറ്റെന്തോ പറയാമെന്നും അവളുടെ ഇരു കൈനെ അവളുടെ തന്നെ പുറകിലേക്ക് ലോക്കാക്കി അവൻ അവളെ വലിച്ചടുപ്പിച്ചു. അവന്റെ നെഞ്ചിലേക്ക് പോയി ഇടിച്ചു നിന്നതിന് പുറമെ മുഖം അവന്റെ മുഖത്തോട് കൂടുതൽ അടുത്ത് കാണെ ഏകയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കുറെ നാളായല്ലോ. ആരെയാണ് നീ താൻ ഇയാളെന്നൊക്കെ വിളിക്കുന്നത്? എന്നെയാണോ? ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വിളിക്കടി. ആ പറച്ചിലെ ഏകയെന്ന് പതറി. അവന് നോട്ടവും മട്ടും ഭാവമൊന്നും ശരിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. മുഖത്തിലും കഴുത്തിലുമായി ഇഴഞ്ഞടക്കുന്ന അവന്റെ കണ്ണുകളുടെ തീവ്രതയിൽ മുഖം ഒരു വശത്തേക്ക് വേഗത്തിൽ വെട്ടിച്ചു മാറ്റിക്കൊണ്ട് പല്ലുകടിച്ചവൾ. പിന്നെ താൻ അല്ല ഇയാള്? ഓ, നിങ്ങൾ എന്നെ ഡീന്ന് വിളിക്കുന്നോ? അതിന് കുഴപ്പമില്ല. ഓ, നിങ്ങൾക്കൊക്കെ എന്തോ ആവാനോ, അറിയപ്പെടുന്ന സിനിമാ നടനല്ലേ? പോരാത്തിന് കൊമ്പത്തെ വർമ്മ കുടുംബവും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, ഒരു സാധാരണക്കാര്. ശരി, ഇനി മുതൽ സാറേന്ന് വിളിച്ചോളാം. അപ്പൊ ഇനിയും കാണുന്ന അങ്ങ് ഉറപ്പിച്ചോ? വിളിക്കേണ്ടതൊക്കെ ഞാൻ വഴിയെ വിളിപ്പിച്ചോളാം. നീ എന്താ പറഞ്ഞ്? ഞാൻ നിന്നെ ടോർച്ചർ ചെയ്തെന്നോ? ജീവിക്കാൻ സമ്മതിക്കാതെ ഞാൻ നിന്റെ പുറകെ വന്നെന്നോ? എപ്പോ? ഏകക്കുട്ടിയുടെ പുറകെ സൂപ്പർ സ്റ്റാർ വന്നത് എപ്പോഴാ? പറ, കേൾക്കട്ടെ. പറയടി. കാതിലായാൽ അടിക്കുന്ന അവന്റെ നേരത്തെ സ്വരത്തിന് പുറമെ ഒപ്പം പതിച്ച അവന്റെ ചുടുശ്വാസം കൂടിയായപ്പോൾ ശക്തിയിലൊന്ന് പിടഞ്ഞവൾ. പിടയുമ്പോഴത്രയും തന്റെ കുഞ്ഞുടൽ അവനിൽ ഉരസി നീങ്ങുന്നറിയെ കൂർപ്പിച്ചൊന്ന് നോക്കി പെണ്ണ്. മനഃപൂർവ്വം അവളെ നോക്കി കണ്ണു ചുരുക്കി തുറന്നു വൈരി. പറ, ഞാനെപ്പോഴും നിന്റെ പുറകെ നടന്ന്? നീ പഠിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിന്? നീ കുളിക്കുമ്പോൾ കൂടി ഞാനെന്തിനാ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? പറയേക. ഒരക്ഷരം മുറിയാടാൻ കഴിയാതെ ഉമിനീര് വിഴുങ്ങി അവൾ അങ്ങനെ നിന്നുപോയി. ഏക, നിന്റെ നെഞ്ചിരിപ്പ് എനിക്ക് കേൾക്കാം. അല്ല,
അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. എനിക്കൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ഈ നെഞ്ചിന്റെ പിടപ്പ് ഞാനിപ്പോ കൂട്ടും. എത്രത്തോളം മൃദുവായി സംസാരിക്കാൻ പറ്റുമോ അത്രയങ്ങ് തരംതാണ് സൂപ്പർ സ്റ്റാർ. പക്ഷെ അടക്കി പിടിച്ചു വെച്ചിരുന്നവൾ ഒരു ആറ്റം ബോംബാണ്. കഴുത്തിന് ചുറ്റും നാക്കാണ്. ഇല്ല, കൊന്നാലും ഞാൻ പറയില്ല, കാരണം യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. കട്ടായം കെട്ടി നിൽപ്പാണ്. വൈരിന്റെ മുഖത്ത് വീണ്ടും ആ വശ്യത ഇരച്ചു കയറി. കൊല്ലില്ല ഏക, പകരം ഞാനങ്ങ് സ്നേഹിക്കും നിന്നെ, നീ തളരും വരെ. ബട്ട് ഐ നോ യു വിൽ നെവർ ഗെറ്റ് ടയേർഡ്. ശ്വാസം പോലെ അവൻ പറയുമ്പോൾ വീണ്ടും അവളൊന്ന് സ്റ്റെക്കായി. ആ മുഖത്ത് സങ്കടം നിറഞ്ഞു. ഞാൻ പറയുന്നത് സത്യ, യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. എല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? എന്നിട്ട് എന്നോട് തന്നെ ചോദിക്കുന്നു, ഷെയിം ഓൺ യു. എൻ്റെ നാവിൽ നിന്ന് ഒരിക്കലൊന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. അറ്റം കൂർത്ത മൂക്കിൻ തുമ്പ് ഉറപ്പിച്ച് അവൾ പറയുമ്പോൾ അവിടവും കിടന്ന് അവൻ്റെ നോട്ടമിഴഞ്ഞത് ചോര തുടിക്കുന്ന അവളുടെ ചുണ്ടുകളിലേക്കാണ്. വലത് കൈ ഉയർത്തി തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് ആ കീഴ്ചുണ്ടിനെ അവൻ വലിച്ചെടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു, ഏക, ഞാനൊരു കാര്യം പറയട്ടെ. ആൻ ഓപ്പൺ മൈൻഡ് എലിമിനേറ്റിംഗ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. So, talk to me. I am standing here to listen to you. Only you. Always only you. Anytime. It's just you and me here. You can tell me everything. You can take whatever you want from me. I will give myself to you. ചെക്കൻ വേറെ മൂടില്ല. ഏകയുടെ ചോര കളിച്ചു. വൈനി സാറേ, ഞാൻ അഞ്ജലിയല്ല. എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്ക്. ഇതത്ര നല്ല പരിപാടിയല്ല. എൻ്റെ അനുവാദം ശരീരത്തിൽ തൊട്ടാ ഞാൻ മുന്നും പിന്നെ നോക്കില്ല. This is small warning for you. You know what I can do. You don't even know what I can do. ഒരു ചിരിയോട് അവനും പറഞ്ഞു. I don't even want to know, Mr. വൈരി രുദ്രദേവർമ്മ. Take your hands off me. ആളുടെ ഭീഷണികൾ ഭയന്നിട്ടില്ലെങ്കിൽ പോലും ആളുടെ വാക്കുകൾ മാനിച്ച് അവൻ അവളിൽ നിന്ന് അകന്നു മാറി. ടേബിളിൽ ചാരി മുഖം താഴ്ത്തി നിൽക്കുന്നവനെ അവളൊരു നിമിഷം ഒന്ന് നോക്കി. വൈരി രുദ്രദേവർമ്മ എന്നറിയപ്പെടുന്ന സിനിമാ നടൻ വെറും ഒരു ബോഡി ഗാർഡിനെ കാണാൻ അവൾ താമസിക്കുന്നിടത്ത് അത് ഇതുപോലെ ലോക്കൽ ഏരിയയിൽ വരണമെങ്കിൽ അവന്റെ മനസ്സിനെ പിടിച്ചുലക്കുന്ന എന്തുകൊണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ചില സമയം ഏക അങ്ങനെയാണ്. മനസ്സുകൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടുകൂടി ചിന്തിച്ചു നോക്കും. ഏക ഒരു ദീർഘശ്വാസം എടുത്തു. എന്തിനാ വന്ന്? ആർക്കെങ്കിലും എൻ്റെ സേവനം ആവശ്യമുണ്ടോ? അല്ല സാറിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അത് ഈ ലോക്കൽ ഏരിയയിൽ. പുച്ഛം കലർത്തി പറയുമ്പോഴും അതിനിടയിലും ദേഷ്യം കുത്തിയിറക്കാൻ ശ്രമിച്ചവൾ. ഏക, I need to talk to you. A story that happened 3 years ago. പറഞ്ഞോട്ടെ? ചോദിച്ചുകൊണ്ട് അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണും കാതും കൂർപ്പിച്ച് നിന്നു. ഏക, നീ ഒരു പൊട്ടിപ്പണല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാവാതിരിക്കാൻ വഴിയില്ല. നീ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ എനിക്കറിയാം നീ ആരാണെന്ന്. നീ പറയാത്ത സ്ഥിതിക്ക് ഞാൻ പറയാൻ പോകുന്ന നീ കേട്ടേ പറ്റൂ ഏക. ഞാൻ നാളെ മടങ്ങിപ്പോവുകയാ, ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. സോ ഐ എം ഗോയിങ് ടു ടെൽ യു സംതിങ്. 3 വർഷം മുമ്പ് എനിക്ക് FB അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായിട്ട് മെസ്സേജ് വരുമായിരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങി. അവസാനം അവളുടെ മെസ്സേജ് നിന്നുപോയ ആ രാത്രി വരെയുള്ള സംഭവങ്ങൾ. ഏക, വർഷങ്ങൾക്കിപ്പുറം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം. വീണ്ടും പറഞ്ഞുകൊണ്ട് രാഘവേന്ദ്ര എന്ന ഗുണ്ടയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ മുതൽ അയാളുടെ മരണം വരെയുള്ള കാര്യങ്ങൾ വൈരിൻ അവളോട് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. അത്രയും നേരം മുഖം കൂർപ്പിച്ചിരുന്നവൾ ഒന്നയഞ്ഞ് അവളുടെ നെഞ്ചിൽ കെട്ടിക്കിടന്ന എന്തോ പെട്ടെന്ന് അലിഞ്ഞില്ലാതാവുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവനായിട്ടെങ്കിലും നിങ്ങളെ എനിക്കൊന്ന് വെറുക്കാൻ അവകാശമില്ലേ? എന്താ ഇങ്ങനെ? എന്താ എല്ലാം പെട്ടെന്ന് മെൽറ്റായി പോകുന്നു? അവൾ യാന്ത്രികമായി ചോദിച്ചു പോയി. ശരിയാണോ? 20 വർഷത്തോളം എടുത്തു അവന്റെ മുഖം എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഇപ്പോൾ അവസരങ്ങൾ ഉണ്ടായിട്ട് കൂടി ഓരോ പ്രശ്നങ്ങൾക്കും ആയുസ് കുറഞ്ഞുകൊണ്ട് പരിഹരിക്കപ്പെടുന്നല്ലാതെ ഒരു ദിവസം തികച്ച് ഈ മനുഷ്യനെ വെറുക്കാൻ കഴിയില്ലെന്ന് അവൾ ഓർത്തു. വാട്ട് ഡിഡ് യു സേ? ഐ മീൻ, വാട്ട് ഡു യു മീൻ? അവൾ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അവൻ ചോദിച്ചു പോയി. പറഞ്ഞുതരാം മോനെ വൈരിനെ. ആദ്യം നിന്റെ മനസ്സിലെന്താ ഞാനൊന്ന് അറിഞ്ഞോട്ടെ. ഇത്രയും വർഷത്തിൽ കൂടുതലുള്ള മധുരപ്രതികാരം എനിക്ക് നിന്നോടുണ്ട്. തരാം മോന്, വയറ് നിറച്ചും തരാം. ഓർത്തുകൊണ്ട് അവന്റെ മുഖത്തേനെ നോക്കിയിരുന്നു അവൾ. ഏക, എന്താ ആലോചിക്കുന്നത്? ഏക പ്ലീസ്. അവൾ നീ തന്നെയല്ലേ? നിന്റെ നാവുകൊണ്ട് തന്നെ എനിക്കത് കേൾക്കണം. അന്ന് ആ രാത്രി നിനക്കെന്താണ് സംഭവിച്ചത്? പ്ലീസ് ഏക, ഒന്ന് പറയൂ. ചോദിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞ് അടുത്തേക്ക് ചേർന്ന് വന്ന് കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവന്റെ കണ്ണുകൾ കലങ്ങി മറിയുന്ന കാണേ അവളുടെ നെഞ്ചൊന്ന് നീറി. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാനാണെങ്കിൽ എന്തിനാ ഇയാളത് അന്വേഷിക്കുന്നത്? ഇയാൾക്കൊരു ഫാൻസ് ഇല്ലേ? ദിവസം ഒരുപാട് മെസ്സേജ് ഇതുപോലെ വരാറില്ലേ? മാത്രമല്ല അഞ്ജലി അയാളുടെ ലവറല്ലേ?
ഏക രണ്ടും കൽപ്പിച്ചെന്നെ നിൽപ്പാണ്. കാരണം എനിക്ക് അവൾ ഇഷ്ടമായതുകൊണ്ട്. ഇത്രയും കാലം മുഖം മറച്ചിരുന്നവൾക്ക് എൻ്റെ ഹൃദയത്തിൽ അവൾക്കിപ്പോ നിന്റെ മുഖമാണ് ഏക. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. എനിക്കറിയില്ല ആ ഗുണ്ടകളിൽ നിന്ന് അവൾ അല്ല നീ നിനക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന്. അതൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല ഏക. സോറി, പ്രോബ്ലം എന്നല്ല, എനിക്ക് ഒന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് 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 ഇഷ്ടമാണ്. ഇത്രയും ഇമോഷണലായി അവന്റെ സിനിമയിൽ പോലും അവൻ അഭിനയിച്ച് കാണില്ല. വൈരൻ കൂടുതൽ അവളിലേക്ക് ചേർന്ന് നിന്നു. അവന്റെ വലിയ ശരീരവുമായി അവളുടെ കുഞ്ഞുടലിൽ ഒരിക്കൽ കൂടി അമർന്നു. ഒരു വിറയൽ ശരീരം ഒന്നാകെ വന്ന് മൂടുന്നറിയെ അവളുടെ മുഖത്തേക്ക് ചോരയിരച്ചു കയറി. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടക്കുകയായിരുന്നു. ഏക, യു ആർ ബ്ലഷിംഗ്. ഏക, പറയാനുള്ള കറക്റ്റ് സമയവും സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മുന്നിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് റോസ് ഫ്ലവറോ റിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ പറയാ ഐ ലവ് യു. ഏക തറഞ്ഞ് നിന്നുപോയി. ശരീരം ഒന്നാകെ വിറക്കുന്നുണ്ട്. വൈരി തന്നെ പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ബോധം കെട്ടി വീണാൽ കൊള്ളാമെന്ന് തോന്നിയ ഏകക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. എത്ര സമയം അങ്ങനെ നിന്നെന്ന് അവൾക്കറിയില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.